ദാ പിടിച്ചോ ആ സന്തോഷ വാർത്ത. ഞാൻ കുറച്ച് ട്രാക്കിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ മാർക്ക് ഇടാൻ വെമ്പിൽ നിന്നവരൊക്കെ വരി വരിയായി വന്നോളുക. അപ്പൊ ഇന്നത്തെ എന്റെ ഡയറ്റിന്റെ അവസ്ഥ നോക്കാം. ചില സമയത്ത് ജിമ്മിൽ പോകുന്നതിനേക്കാളും വലിയ വർക്കൗട്ടാണ് അവനവന് വേണ്ടി കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രി കുക്ക് ചെയ്ത് വെച്ച സോയ ഞാൻ രാവിലെ എടുത്ത് കഴിച്ചു. പണ്ടൊക്കെ ഒരു ദോശയും ചമ്മന്തിയും കിട്ടിയ വയറും മനസ്സും നിറയുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്റെ പ്ലേറ്റിൽ ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, ഗുഡ് ഫാറ്റ്സ് വേണം, എല്ലാ ന്യൂട്രിയൻസും വേണം. ഹോ, നല്ല കോരിച്ചെരിയുന്ന മഴയത്ത് വെള്ള പാന്റ് ഇട്ട് ഇറങ്ങാനുള്ള എന്റെ ആ കോൺഫിഡൻസ് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ഞാൻ തന്നെയാണല്ലോ എന്റെ വാഷിംഗ് മെഷീൻ എങ്കിലും ഞാൻ ഓർക്കേണ്ടിയിരുന്നു. സാരല്ല, പറ്റേണ്ടത് പറ്റി. കറ നല്ലതല്ലേ. ഇന്നത്തെ ലഞ്ചാണ് ഹൈലൈറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എവിടെയെങ്കിലും പരിചയമുണ്ടോ നോക്കൂ. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. It is a very healthy but not too tasty kind of a lunch. എന്നും വായിക്ക് വേണ്ടി മാത്രം കഴിച്ചാല് ലാസ്റ്റ് വയറ് മടിയിലിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കഴിച്ചല്ലേ പറ്റൂ. മനുഷ്യത്വം മരിച്ചുപോയി ഗൈസ്. ഞാൻ ഡയറ്റിലാന്ന് അറിഞ്ഞിട്ടും എന്നെ ചായക്ക് വിളിച്ച് എന്റെ മുന്നിൽ നിന്ന് വെട്ടി വിഴുങ്ങുന്ന ഇതുപോലത്തെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. മാർക്കെടുത്ത പാനലിന്റെ ശ്രദ്ധയ്ക്ക് ഷുഗർ ഇടാണ്ട് ഈ കോഫിന്റെ പകുതി മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. എന്റെ മുന്നിൽ ഇക്കണ്ട സാധനമൊക്കെ കഴിച്ചിട്ട് പോലും ഞാൻ പതറിയിട്ടില്ല. എന്നിട്ടും ഈ ജന്തുവിന്റെ എല്ലാം വയറ് നോക്കാം ഉണക്കത്തെരണ്ടി പോലെ ഇരിക്കുന്നു. ഹൗ അൺഫെയർ ഇറ്റ് ഈസ്. അവിടുത്തെ കട്ട്ലറ്റ് ശരിക്കും നല്ലതാ, അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഞാൻ നുള്ളിയെടുത്തു, അത്രമാത്രം. ഷുഗർലെസ് നാരങ്ങളിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ലെസ് ഷുഗർ നാരങ്ങളിൽ ഉണ്ടാക്കി തന്ന അമ്മയാണ് ഇന്ന് ഹീറോ. ഡിന്നർ വാസ് പ്രിറ്റി ഡീസന്റ്. അങ്ങനെ ഇന്നത്തെ ഡയറ്റ് വിജയകരമായി കംപ്ലീറ്റ് ആയ വിവരം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ നാളെ പാക്കണം. അല്ല, 10ൽ എത്ര തരും?